ഹലോ ഹലോ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ അല്ലേ? അതെ, ആരാ സംസാരിക്കുന്നേ? ഞാൻ എം ജയചന്ദ്രനാണ്. ഏത് മ്യൂസിക് ഡയറക്ടർ എം ജയചന്ദ്രനോ? അതെ. ആ പറയൂ സാർ, എന്താ വിളിച്ചത്? ഇത് മീനുകുട്ടിയാണോ സംസാരിക്കണേ? അതെല്ലോ. ഞാൻ മീനുകുട്ടിയുടെ ഒരു ഫാനാട്ടോ. അയ്യോ, താങ്ക് യു സാർ. സാർ ടോപ്പ് സിംഗർ കാണാറുണ്ടോ? ഞാൻ ടോപ്പ് സിംഗറിന്റെ വലിയൊരു ഫാനാണ്. തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ കാണാറുണ്ട്. താങ്ക് യു സാർ. മീനുകുട്ടി, എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് കേട്ടോ. ആ എന്താ സാർ, പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസം ആ തമിഴ് റൗണ്ടിലെ മുത്തുമഴ ഇങ്ക് എന്ന് പറഞ്ഞ ആ പാട്ടില്ലേ, ബ്യൂട്ടിഫുൾ സോങ് ആണ്. അത് പാടി തരാ? അത് ശ്രീയാണ് സാർ, ശ്രീയ ഫ്രം ബാംഗ്ലൂർ. എനിക്ക് ആ കുട്ടിയുടെ കോൺടാക്ട് നമ്പർ ഒന്ന് കിട്ടണമല്ലോ. അയ്യോ സോറി സാർ, കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് ഇവിടെ നിന്ന്. മീനുകുട്ടി, ഇത് മ്യൂസിക് കമ്പോസർ ജയചന്ദ്രനാണ്. അത് ആരായാലും എനിക്ക് തരാൻ പറ്റില്ല സാർ, നമുക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ടാ. തനിക്ക് പിന്നെ ആദ്യമായി പറഞ്ഞൂടെ? അതിന് സമയത്ത് കളയേണ്ട ആവശ്യമുണ്ടോ? അതിന് സാർ ഇപ്പോഴല്ലേ ചോദിച്ചത്. വച്ചിട്ട് പോവച്ചേ. ആ ഓക്കെ. അവൾ ആരെന്നാണ് അവളുടെ വിചാരം? എന്നാലും മീനുട്ടി എടുത്ത് ഇങ്ങനെ അങ്ങനെ വേണ്ടായിരുന്നു. ഒന്നുകൂടെ വിളിച്ചേക്കാം, സോറി പറഞ്ഞേക്കാം. ഹലോ ഹലോ, ടോപ്പ് സിംഗർ. അതെ, എം ജെ സാറാണോ? അതെ അതെ, ഞാനാണ്. മീനുകുട്ടി, ആ നേരത്തെ ചൂടായിട്ട് സംസാരിച്ചില്ലേ, സോറി കേട്ടോ. ആ ഇറ്റ്സ് ഓക്കെ സാർ, അത് കുഴപ്പമില്ല. അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ മുത്തുമഴ എന്ന് പറഞ്ഞ പാട്ട് പാടിയ കുട്ടി. അതെ സാർ. ആ കുട്ടിയുടെ കോണ്ടാക്ട് നമ്പർ തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു പാട്ട് ആ കുട്ടി കൊണ്ട് പാടിപ്പിക്കാം. ആ അത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു നോക്കാം സാർ. ഏത് പാട്ടായിരുന്നു? ശ്യാമമേഘമേ നീ യദുകുല സ്നേഹതുതുമായി വാ, ആ പാട്ടാണ്. ആ ഷുവർ സാർ, അത് ഞാൻ എന്തായാലും പറയാം. ഓക്കെ, താങ്ക് യു. എന്നായിരിക്കും ടെലികാസ്റ്റ്? അത് ഞാൻ ക്രൂ ആയിട്ടൊന്ന് സംസാരിച്ചിട്ട് ഇത് എന്നാന്ന് നോക്കിയിട്ട് ഞാൻ സാറിന് ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാം. ഓക്കെ മീനുട്ടി, താങ്ക് യു. താങ്ക് യു സാർ. നല്ലൊരു കൊച്ചായിരുന്നു, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. സ്നേഹദൂതുമായി വാ, ഇതുവഴി കാളിന്റെ തടത്തിൽ ഹരിയൊരു പ്രേമഹർഷമായി നെയ്യും നദി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി സുരഭിലമാകും സുന്ദര സന്ധ്യാ പനി നീർമഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ? പനിസനിസക സഗമകമപും അപ്പനി പനിസനിസക ശ്യാമമേഘമേ നീ സഗമപ സ്നേഹദൂതുമായി വാ, ദീപമപ കാളിന്റെ തടത്തിൽ സഗമപ പ്രേമഹർഷമായി. Lisa
അതുപോലെ സ്നേഹദൂതുമായി വാ ഇതുവഴി കാടിന്റെ തടത്തിൽ ഹരിയൊരു പ്രേമഹർഷമായി കുഴൽവിളി നെയ്യും നദി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി പുരഭിടമാകും സുന്ദര സന്ധ്യാ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ പനിസനി സക സകമ ഗമപ മപനി പനിസനി സക സ ശ്യാമമേഘമേനി സഗമപ സ്നേഹദൂതുമായി വാ നിപമപ കാളിന്റെ തടത്തിൽ സഗമപ പ്രേമഹർഷമായി വെരി ഗുഡ് വെരി ഗുഡ്. ശ്രീകുട്ടി, യെസ് സർ ശ്രീകുട്ടി എന്ന് പറയുന്നത് എപ്പോഴും സീറോ ഡ്രാമ ഓൾ മ്യൂസിക് അങ്ങനെ കാണുന്നത്. ഒരു ഡ്രാമ ഉണ്ടാവില്ല, കറക്റ്റ് ആയിട്ട് മ്യൂസിക്കിലോട്ട് ചേർന്ന് നിൽക്കും, ലയിച്ച് നിൽക്കും. അതാണല്ലോ നമ്മുടെ കുഞ്ഞിന്റെ പ്രത്യേകത. ആ മാജിക് ഇന്നും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചില പാട്ടുകളിൽ നമുക്ക് ചില ഡ്രാമ അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ സീറോ ഡ്രാമ ആവാൻ പറ്റൂല. ഈ പാട്ട് ഹാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടത് എന്താണ്? കറക്റ്റ്, അതാണ് അതിന്റെ പാസ്വേഡ്. ആ പാസ്വേഡ് ഉണ്ടെങ്കിൽ ഈ പാട്ടിലോട്ട് കയറാൻ പറ്റും. അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ എന്തൊക്കെ പാടിയാലും അത് കിട്ടിയില്ല എന്ന് ഓഡിയൻസിന് തോന്നും. ബിക്കോസ് ദേ ലവ് ഇറ്റ്. അതാണ് ഈ കോമ്പോസിഷന്റെ ഒരു പ്രത്യേകത. അപ്പോൾ തക്കിട്ട 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 ത അത് കറക്റ്റായിട്ട് താളത്തിലും വരണം. തക്കിട്ട 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 ത ശ്യാമമേഘമേനി അങ്ങനെ വരും അല്ലേ? അത് കറക്റ്റായിട്ട് പാടിയേ. മപ്പനിക്ക് മുമ്പാണ് ജർക്ക് വരുന്നത്. അത് അങ്ങനെ സ്മൂത്ത് ഫ്ലോയിങ് ആയിരിക്കണം. അത് കഷ്ടപ്പെട്ട് ലേബേർഡ് ബ്രീത്തിങ് പോലെ വരാൻ പാടില്ല, ശ്വാസം മുട്ടുന്ന പോലെ വരാൻ പാടില്ല. കമോൺ, വൺ മോർ. അതെ അതെ, സഗമ ഗമപ മപ്പനി അവിടെയാണ് പ്രശ്നം. അവിടെയാണ്. അപ്പൊ ഗമയ്ക്ക് ഈ ഗമപ്പയ്ക്കും മപ്പനിക്കും എന്തോ ശ്രീകുട്ടി എടുത്ത് അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു ഇന്ന്. അത് നമുക്ക് ശരിയാക്കി എടുക്കണം. അവർക്ക് കൈ കൊടുത്ത് നമുക്ക് ഫ്രണ്ട്സ് ആണ് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെന്താ വെച്ചാ ഇതിന് ഡൈനമിക്സ് വർക്ക്ഔട്ട് ചെയ്യണം. അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്യൂണാണ്. ഞാൻ പാടിയതിന് ആ മ്യൂസിക്കിന്റെ ആ ഡൈനമിക് ഫീൽ വരണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കൊടുത്ത് ക്വസ്റ്റ്യൻ ആൻസർ പോലെ അത് വന്നാലേ അത് രസമുള്ളൂ. അപ്പൊ ആ രസം വരുത്തിയേ. ഇത് കുറച്ചുകൂടെ പ്ലെയിൻ ആണ്, പ്ലെയിൻ പേപ്പർ പോലെ ഉള്ളൂ. അതിൽ എന്തെങ്കിലും എഴുതണം, ഇമോഷൻസ് ആ പേപ്പറിൽ എഴുതണം. അത് ഹാപ്പിനെസ് ഓവർലോഡഡ് ആക്കിയിട്ട് പാടി നോക്കി ആ പാട്ട് ഫീൽ ചെയ്തിട്ട്. യെസ്. ശ്യാമമേഘമേനി യതുപോലെ സ്നേഹദൂതുമായി വാ ഇതുവഴി കാളിന്റെ തടത്തിൽ ഹരിയൊരു പ്രേമഹർഷമായി ഡൈനാമിക്സ് വർക്ക്ഔട്ട് ചെയ്യണം. ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഹാക്ക് ചെയ്യണമെങ്കിൽ പനിസനിസക സഗമ അത് കറക്റ്റ് ആവണം. ഓക്കെ, ഇതും ശ്രദ്ധിക്കണം. ഇനി അടുത്തത് താളം. ബീജം വന്ന് നിന്നിട്ട് ഏതോ ഹരിത നികുഞ്ചത്തിൽ എടുക്കുന്നില്ലേ, അത് എവിടെ എടുക്കും? വൺ ടു ത്രീ ഫോർ. ഗ സാ എന്നുള്ളത് 1 2 3 4 വേണം. അപ്പൊ അതൊന്നുകൂടെ ഒന്നുകൂടെ വൺ മോർ. അതാണ് കറക്റ്റ്. അങ്ങനെ വരണം. അപ്പൊ താളം മനസ്സിൽ കണ്ടു വേണം പാടാൻ. നമുക്ക് ഇങ്ങനെ താളം ഇടാൻ പറ്റൂലല്ലോ. റിഹേഴ്സലിന്റെ സമയത്ത് മുരളിച്ചേട്ടൻ അത് പറഞ്ഞു തന്നില്ലായിരുന്നോ? അത് ഞാൻ അവർ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബീറ്റാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാടിയതാ. അങ്ങനെ വിചാരിക്കാൻ പാടില്ലല്ലോ. ഓക്കെ,
അത് രണ്ട് അനുപല്ലവിയിലും ചരണത്തിലും രണ്ടിലും ഈ പ്രശ്നം വന്നു കേട്ടോ. പിന്നെ ഉദയത്തിൻ സൗവർണ ഉദയത്തിൻ സൗവർണ്ണ സൗവർണ സൗവർണ്ണ കിരണങ്ങൾ കേൾപ്പിക്കണം. സൗവർണ്ണ കിരണങ്ങൾ. അപ്പൊ ഇങ്ങനെ കുറച്ച് സ്ലിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കേൾക്കാൻ നല്ല മധുരമായിരുന്നു. യെസ്, അതെപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ ഡ്രാമ എന്ന് പറയുന്നത് ചില പാട്ടുകളിൽ നമുക്ക് കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള നോട്ട്സ് വരുമ്പോൾ അത് അങ്ങനെ പാടിയാൽ ആ ഡ്രാമ കുറച്ച് എലിമെന്റ് വേണം. അപ്പോൾ ഓൾവേസ് സീറോ ഡ്രാമ അല്ല. ഓൾ മ്യൂസിക് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് എപ്പോഴും വേണം, ആ മ്യൂസിക് കയ്യിലുണ്ട്. പക്ഷെ കുറച്ച് ഇച്ചിരി ഒരു 25 ഗ്രാം ഡ്രാമയും കൂടെ ചേർക്കുമ്പോൾ ആ നോട്ട്സ് കറക്റ്റായിട്ട് വരും. അത് ഹാക്ക് ചെയ്താൽ മാത്രമാണ് ഈ പാട്ട് ഹാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ശ്രീകുട്ടി, Yes, sir. ഈ ശബ്ദം വളരെ മനോഹരമായിരുന്നു. Thank you. അതുകൊണ്ട് തന്നെ ഈ പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ശ്രീകുട്ടി Thank you. പാടിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരണമാണ്. ചരണം ലാസ്റ്റ് Thank പല്ലവി. അതിന് മുമ്പൊക്കെ കുറച്ച് ഇപ്പൊ എം ജെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൽ ഈ പാട്ടിൽ ഏറ്റവും ഹൈലൈറ്റ് എന്നുള്ളത് അതാണ് നേരത്തെ പറഞ്ഞ സ്വരം. ആ സ്വരം. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് സ്ലോ ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് സ്പീഡ് കൂട്ടി പ്രാക്ടീസ് ചെയ്താൽ Okay. ഓക്കെ ആയിരിക്കും, അത് ശരിയായി വരും. പിന്നെ ചില എല്ലാത്തിൻ്റെ ലാൻഡിങ്, പുളകം ഞൊറിയുകയായി, കുളിരുമ്പോൾ, അതിൻ്റെയൊക്കെ എൻഡിങ് കുറച്ച് ശ്രുതിയിൽ നിൽക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ. ഇപ്പൊ നമ്മുടെ ശ്രേയ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് നോക്കാം. ശ്രേയ ചേച്ചിയോ? സോറി, ശ്രേയ ഘോഷാൽ. ഓ അങ്ങനെ, അത്രയ്ക്ക് വേണ്ട കേട്ടോ. ഇത് ചേച്ചിയല്ലേ? ചേച്ചിയാണ്, പക്ഷെ പേര് മാറിപ്പോയി. ശ്രീയക്കുട്ടി Yes, ma'am. മിടുക്കിയായിട്ട് പാടി കേട്ടോ. Thank you. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ ഈ സ്വരം ഉള്ളത് കൊണ്ട്? ഈ സ്വരം എനിക്ക് കുറച്ചൊരു ഇടക്ക് എനിക്ക് പെട്ടെന്ന് വന്നില്ല അത് പറയുമ്പോ. അപ്പൊ എനിക്ക് അതിന്റെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ആദ്യം സ്ലിപ്പായി പോയപ്പോ പിന്നെ ടെൻഷനായി. പിന്നെ അങ്ങോട്ടേക്ക് അതെ, ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ ടെൻഷൻ ഇങ്ങനെ നിഴലിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഫുൾ പാട്ടിൽ ആ ടെൻഷൻ. ശ്രീകുട്ടി ചിരിക്കുന്നില്ല, സാധാരണ ചിരിച്ചോണ്ട് പാടുന്നതാണ്. ശ്രീകുട്ടി അച്ഛനെ നോക്കുന്നില്ല, സാധാരണ അച്ഛനെയൊക്കെ നോക്കി നമ്മളെയൊക്കെ നോക്കി ചിരിച്ചോണ്ട് പാടുന്ന ശ്രീകുട്ടി ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ്. എനിക്കൊന്നു കുറച്ചുകൂടെ കർണാട്ടിക്കൊക്കെ പഠിക്കാൻ പോണവർക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നിക്കുന്ന ഒരു പാട്ടാണിത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ്. ശുദ്ധധന്യാസി രാഗം വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ചിത്ര ചേച്ചി ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിരിക്കുന്നതാണ്. കേൾക്കാൻ അത്രയും നല്ല പാട്ടാ, പക്ഷെ പാടുമ്പോൾ അറിയാം അതിന്റെ വിവരം. അയ്യോ, ഭയങ്കര ബുദ്ധിമുട്ടാ പാടാൻ വേണ്ടിയിട്ട്. അതും ലൈവില് പാടി ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എന്തായാലും മിടുക്കിയായിട്ട് പാടി. എനിക്കും ഈ പറഞ്ഞ പോലെ ചരണവും ചരണത്തിന് ശേഷം പാടിയ പല്ലവിയും ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് പാടാൻ തോന്നി. പിച്ച് ടെൻഷനല്ലേ, പിച്ചപ്പ് ചെയ്താലോ എന്നാണ് ചേട്ടാ എന്റെ ഒരു ഡൗട്ട്. ഇപ്പഴേതാ സുശാന്ത് ചേട്ടാ, ഡീലാണോ പാടിയേ? ഒറിജിനൽ ഏതാ? സെയിം തന്നെയാണ്, സെയിം ശ്രുതി തന്നെയാണ്. ഒന്ന് അപ്പ് ചെയ്യോ, കിട്ടുമോ ഇതില് പാടാൻ വേണ്ടി? ഈസി ആയിട്ട് പാടാൻ പറ്റുന്നുണ്ട്. ഇനി അനുപല്ലവിയുടെ ഒരു ഫസ്റ്റ് ലൈനും കൂടെ പാടിത്തരുമോ എനിക്ക്? ഏതോ ഹരിതനി കുഞ്ചത്തിൽ പല്ലവിയായതു നീയല്ലോ, ആരാമത്തിൻ കുസൃതി പൂങ്കാറ്റും മണവും നീയല്ലോ, അകതാരിൽ ഒരു രാഗം അനുപല്ലവിയായി തീരുമ്പോൾ, ഉദയത്തിൻ സൗവർണ്ണ കിരണങ്ങൾ വിതറുന്ന പൂവായി മനസ്സിൽ വിരിയൂ. കണ്ടോ, ഈസിലി ഈ ശ്രുതിയിൽ പാടായിരുന്നു ശ്രീകുട്ടിക്ക്. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പം ഈ പിച്ചും ഈ പറയുന്ന പോലെ ശ്രദ്ധിക്കണം. നമ്മൾ ഒറിജിനലിൽ തന്നെ അതെ കേട്ടോ, മിടുക്കിയായിട്ട് ടെൻഷൻ ഇല്ലാണ്ട് പാടും അടുത്ത പ്രാവശ്യം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you. എന്തോ നമ്മുടെ ശ്രീകുട്ടി going to be awarded 97.5 on Moodle. എത്ര മാർക്കാ? 100. ഓൾ ദി ബെസ്റ്റ്. ബൈ.